ലഹരിയേക്കാൾ ലഹരിയുള്ള ചിലതുണ്ട് നമ്മുടെ നാട്ടിൽ. സ്പോർട്സ് നമ്മെ വരിഞ്ഞു മുറുക്കിയ ചില അഡിക്ഷനുകളിൽ നിന്ന് മോചിതരാക്കും. ഈ ആശയം നമ്മോട് പങ്കുവെക്കുകയാണ് ഒരു കൂട്ടം കുട്ടിക്കുരുന്നുകൾ. സ്പോർട്സ് ആണ് ലഹരിയെന്ന സന്ദേശം ജനങ്ങളിലേക്ക് പകർന്നു നൽകുകയാണ് ഒരു കൂട്ടം കുഞ്ഞുങ്ങൾ. യുവതലമുറ ലഹരിക്കും മൊബൈൽ ഫോണിനും സോഷ്യൽ മീഡിയയ്ക്കും അഡിക്റ്റ് ആകുമ്പോൾ അവർക്ക് ഒരു പുനർവിചിന്തനം നൽകുകയാണ് ഭിന്നശേഷിക്കാരായ ഈ കുഞ്ഞുങ്ങൾ. സമഗ്ര ശിക്ഷ കേരളം തിരുവനന്തപുരം നോർത്ത് URCയുടെ ആഭിമുഖ്യത്തിൽ ഇൻക്ലൂസീവ് സ്പോർട്സ് URC തല സെലക്ഷൻ ക്യാമ്പിന് മുന്നോടിയായാണ് ലഹരിക്കെതിരെ കുട്ടികളുടെ റാലിയും ഫ്ലാഷ് മോബും നടന്നത്. 2026 നടക്കാൻ പോകുന്ന കായികമേളയിൽ നമ്മുടെ പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ ഒന്നാം സ്ഥാനത്തെത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നോർത്ത് URC സംഘടിപ്പിച്ച ഒരു സെലക്ഷൻ ക്യാമ്പായിരുന്നു. കായികമേള എത്രയും ആർജവത്തോടു കൂടി നടക്കുമോ അതേ ആർജവത്തോടു കൂടിയായിരുന്നു ഈ ഭിന്നശേഷി കുട്ടികൾക്ക് നമ്മൾ സെലക്ഷൻ ക്യാമ്പ് സംഘടിപ്പിച്ചത്. മൊബൈൽ അഡിക്ഷനും ലഹരിയിലുമൊന്നും കുഞ്ഞുങ്ങൾ വീഴാതെ സ്പോർട്സാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ലഹരി എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ ഒരു സ്കിറ്റ് കൂടി തയ്യാറാക്കിയാണ് നമ്മൾ ഈ സ്പോർട്സ് സെലക്ഷൻ ആരംഭിച്ചത്. മറ്റു കുട്ടികളെ പോലെ തങ്ങളുടെ കലാകായിക രംഗത്തെ കഴിവുകൾ തെളിയിക്കുന്നതിനും മികവോടെ വളർന്നു വരുന്നതിനും കുഞ്ഞുങ്ങൾക്ക് മുൻപിൽ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ്. ഫുട്ബോൾ, ഹാൻഡ്ബോൾ, ബാഡ്മിന്റൺ, ബോച്ചെ, ക്രിക്കറ്റ്, ഓട്ടമത്സരം, മിക്സഡ് റിലേ, മിക്സഡ് സ്റ്റാൻഡിംഗ് ലോങ് ജമ്പ്, മിക്സഡ് സ്റ്റാൻഡിംഗ് ത്രോ എന്നിവയിൽ ആവേശപരമായ മത്സരങ്ങൾ നടന്നു. സാധാരണ കുട്ടികൾക്കൊപ്പം ഇവർക്ക് മിങ്കിൾ ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളാണ്. അവർ കളിക്കുന്നതോടൊപ്പം ഇവരും ആഹ്ലാദത്തോടു കൂടി കളിക്കുന്ന കാഴ്ചയാണ് നമുക്കിതിൽ കാണാൻ സാധിച്ചത്. വളരെയധികം സന്തോഷമായിരുന്നു കുഞ്ഞുങ്ങൾക്ക്. ബോച്ചയ്ക്ക് ബോൾ എറിയുമ്പോഴും ക്രിക്കറ്റിനും വോളിബോളിനും എല്ലാം അവരുടെ ആഹ്ലാദം നമ്മൾ നേരിൽ കണ്ടറിഞ്ഞതാണ്. URC നോർത്ത് പരിധിയിലെ വിവിധ സ്കൂളുകളിൽ നിന്നായി 63 ഭിന്നശേഷി വിദ്യാർത്ഥികൾ സെലക്ഷൻ ക്യാമ്പിൽ പങ്കെടുത്തു. സംസ്ഥാനതല മത്സരങ്ങളിലേക്കുള്ള താരങ്ങളെ കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചതെന്നും സെലക്ട് ചെയ്ത കുട്ടികൾക്ക് തുടർ പരിശീലനം നൽകുമെന്നും സംഘാടകർ പറയുന്നു. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം. ഇന്ദുലേഖ രേണു ചേരുന്നുണ്ട് തത്സമയം. ഇന്ദു, ഇന്നത്തെ കാലത്ത് കുട്ടികൾക്കിടയിൽ വർദ്ധിച്ചു വരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് ലഹരിയുടെ വഴിയെ പോകുന്നു പല കുട്ടികളും എന്നുള്ളതാണ്. അത് മാത്രവുമല്ല, പലപ്പോഴും കമ്പ്യൂട്ടറും മൊബൈൽ ഫോണും ഒക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കേണ്ടതിന് പകരം അതിന്റെ മോശം വശങ്ങൾ മാത്രം കണ്ടെത്തി പോകുന്നു. നമ്മൾ തന്നെ നിരന്തരം വാർത്തകളിലൂടെ പലപ്പോഴായി പങ്കുവച്ചിട്ടുള്ളതാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ കുഞ്ഞുങ്ങളെ മോചിതരാക്കാനുള്ള വഴി എന്താണ് എന്ന് ചിന്തിച്ചാൽ കായികമാക്കണം ലഹരി എന്നുള്ള ഒരു മാർഗം തന്നെയാണ്. ആ വഴിയെ പോകുന്ന ഒരുപാട് കഥകളും നമ്മൾ തന്നെ ഇതിനകം തത്സമയ റിപ്പോർട്ടിലൂടെ പങ്കുവച്ചിട്ടുണ്ട്. ആ ആശയം അതിനൊപ്പം തന്നെ ഭിന്നശേഷിക്കാരായ കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ള ആശയം കൂടി മനസ്സിൽ വെച്ചുകൊണ്ട് ആ ഒരു ലക്ഷ്യത്തിലേക്ക് കൂടി നടന്നു നീങ്ങുകയാണ്. ഞാൻ ആദ്യമായിട്ട് തന്നെ 3 പേരെ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. സവിത, ബിന്ദുമോൾ, അതുപോലെ തന്നെ സുനിത. ഇവർ 3 പേരും സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സാണ്. ഇവരാണ് ഈ പരിപാടിക്ക് ഫുൾ കോർഡിനേഷൻ വഹിച്ചതും കുഞ്ഞുങ്ങളെ കൊണ്ട് ഈ പരിപാടിക്ക് വേണ്ട തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയതും. എത്ര മിടുക്കരായിട്ടാണല്ലേ അവർ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്തത്. ഫ്ലാഷ് മോബ് ആയാലും റാലി ആയാലും ഒന്നും യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളോ വിഷമതകളോ പുറത്ത് കാണിക്കാതെ അവർ അത്രയും മനോഹരമായിട്ട് അവരെ പഠിപ്പിച്ച് വിട്ട രീതിയിൽ തന്നെ അവർ ചെയ്തു. ആ കുഞ്ഞുങ്ങൾ ലോകത്തോട് പറയാൻ ആഗ്രഹിക്കുന്ന ആശയം വളരെ വലുതാണ്. അതായത് നമുക്കറിയാം, ഈ ഒരു ജനറേഷൻ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയയ്ക്കും മൊബൈൽ ഫോണിനും അതുപോലെ തന്നെ ലഹരിക്കും ഒക്കെ അഡിക്റ്റ് ആയിട്ട് നമ്മുടെയൊക്കെ മുന്നിൽ ഒരു ആശങ്കയായി വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ആ കുഞ്ഞുങ്ങൾ ഏത് തരത്തിലാണ് ഇതിൻ്റെയൊക്കെ പിടിയിൽ പെട്ടുപോകുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെ ഒരു മുക്തി നിങ്ങൾ നേടണം. അതിനേക്കാൾ വലിയ ലഹരി, ഈ പറയുന്ന ലഹരികളെക്കാളൊക്കെ വലിയ ലഹരി മറ്റു ചിലതിന് തരാൻ സാധിക്കും. അതിനെ നിങ്ങൾ പിന്തുടർന്നു പോകൂ എന്നൊരാശയമാണ് ഈ കുഞ്ഞുങ്ങൾ നമുക്ക് വേണ്ടി തരുന്നത്. ഇതെല്ലാം ഒരു സെലക്ഷൻ ക്യാമ്പിൻ്റെ ഭാഗമായിട്ടാണ് നടന്നത്. അതായത് കായികമേളയ്ക്ക് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഈ കുഞ്ഞുങ്ങളെല്ലാം തന്നെ ഓരോ രീതിയിൽ പ്രത്യേക കഴിവുകളുള്ളവരാണ്. സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ കഴിവുകളെ പുറലോകത്തിന് മുന്നിൽ കാഴ്ചവെക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവരതിൽ മിന്നുന്ന വിജയം കൈവരിക്കുന്നതിനൊക്കെ മുന്നോടിയായിട്ടുള്ള ചവിട്ടുപടിയായിരുന്നു ഈ സെലക്ഷൻ ക്യാമ്പ്. അപ്പം അതിനും തൊട്ട് മുന്നോടിയായിട്ടാണ് ഈ ഒരു റാലിയും ഫ്ലാഷ് മോബും ഒക്കെ നടന്നത്. അപ്പം ഈ ടീച്ചർമാരെല്ലാം തന്നെ കുട്ടികളെ കുറച്ചധികം സമയം എടുത്തിട്ടായെങ്കിലും അവരെ അത്രയും മനോഹരമായി തന്നെ പഠിപ്പിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുത്ത് അവരെ പൊതു ഇടത്തിലേക്ക് ഇറക്കി വിട്ടിരിക്കുകയാണ്. കായിക മേഖലയിലാണെങ്കിലും കലയിലാണെങ്കിലും ഒക്കെ തിളങ്ങാൻ ആ കുഞ്ഞുങ്ങൾക്ക് സാധിക്കട്ടെ. സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് അവർ ഉയർന്നു വരട്ടെ. എല്ലാവിധ ആശംസകളും.